അപ്പോൾ ഇത് പാർട്ട് 3 ആണ്. ഫണ്ടമെൻ്റൽസ് ഓഫ് ലിനക്സിൻ്റെ പാർട്ട് 3 ആണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ന്യൂ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണേ. അപ്പോൾ ആ ക്രിയേറ്റ് ചെയ്ത യൂസറിന് സ്യൂഡോ കമാൻഡ് അല്ലെങ്കിൽ സ്യൂഡോ ആപ്റ്റ് അപ്ഡേറ്റോ അങ്ങനത്തെ കമാൻഡൊന്നും ടൈപ്പ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഇഫ് ആ യൂസർ ഇങ്ങനത്തെ വല്ലതും പെർമിഷൻ ഇല്ലാത്ത കമാൻഡ് വല്ലതും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോട്ട് എ യൂസർ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും, നോട്ട് എ സ്യൂഡോ യൂസർ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. ഈവൻ ദോ ആ യൂസർ ലോഗ് മായ്ച്ചാലും, ഈവൻ ദോ അവൻ ആ ടെർമിനൽ ക്ലോസ് ചെയ്താൽ പോലും അവൻ ടൈപ്പ് ചെയ്തേക്കണേ ആ സ്യൂഡോ വെച്ച് എന്ത് കമാൻഡ് ടൈപ്പ് ചെയ്തേക്കണേ അത് നമുക്ക് അവൻ്റെ ലോഗ് വെച്ച് തന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഈവൻ ദോ ആ ടെർമിനൽ അവൻ ക്ലോസ് ചെയ്താൽ പോലും അവൻ്റെ യൂസറിലുള്ള ലോഗ്സ് ഒക്കെ ഈ ഒരു കാളി ലിനക്സിൻ്റെ ഒരു ഫോൾഡറിനകത്ത് എപ്പോഴും കിടക്കും. അപ്പോൾ ഇങ്ങനത്തെ വല്ല പെർമിഷൻ ഇല്ലാത്ത വല്ല കമാൻഡ് വല്ലതും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലോഗ് ഫയലിലൂടെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ലാബാണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ ഫസ്റ്റ് ആദ്യം നമുക്ക് യൂസേഴ്സിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് സ്യൂഡോ ആഡ് യൂസറും പിന്നെ ഒരു ന്യൂ യൂസറുടെ പേര് കൊടുക്കുക. ഞാൻ ഇവിടെ ആഡം എന്ന് പറഞ്ഞ് യൂസർ എന്ന് പറഞ്ഞ് ആഡ് ചെയ്യുവാണ്. അപ്പം ആദ്യം കാളിയുടെ പാസ്വേഡ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ ആഡം എന്ന് പറഞ്ഞൊരു ആൾക്കുള്ള ഒരു ന്യൂ പാസ്വേഡാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഫുൾ നെയിം ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്താൽ മതി, ഒന്നും ഫില്ല് ചെയ്യണ്ട. വൈ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇനി കാളിയിൽ നിന്ന് എങ്ങനെയാണ്, ഇപ്പം ആഡം എന്ന് പറഞ്ഞൊരു പുതിയ യൂസറാണ്. ഇപ്പം അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ അപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് ഉള്ള കാളിയിൽ നിന്ന് സ്വിച്ച് ചെയ്ത് ആഡം എന്ന് പറഞ്ഞൊരു യൂസറിന് അവന് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും ലാപ്ടോപ്പ്. അപ്പോൾ സ്യൂഡോ su മൈനസ് ആഡം. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാളിയിൽ നിന്ന് സ്വിച്ച് ചെയ്ത് ആഡംത്തിലോട്ട് മാറി. അപ്പോൾ ഈ ആഡം എന്ന് പറഞ്ഞൊരു യൂസറിന് അഡ്മിനിസ്ട്രേറ്റർ, അതായത് അഡ്മിനിസ്ട്രേറ്ററായ കാളിയുടെ ഉള്ള കാളിയിൽ ചെയ്യാനുള്ള സ്യൂഡോ ആപ്റ്റ് അപ്ഡേറ്റും അപ്ഗ്രേഡും ഈ ആഡം എന്ന് പറഞ്ഞ യൂസറിന് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ സപ്പോസ് അവൻ ചെയ്യുവാണെങ്കിൽ ആഡമിൻ്റെ യൂസർ ടൈപ്പ് ചെയ്യാം. കണ്ട, ആഡം ഇസ് നോട്ട് എ സ്യൂഡോ യൂസർ. ഇപ്പോൾ ഈവൻ ദോ അവൻ ഈ ലോഗ് ക്ലിയർ ചെയ്താലും എന്നിട്ട് ഇപ്പോൾ ആ യൂസർ പോയി, ഞാനത് മാറ്റി എൻ്റെ യൂസറിലോട്ട് ആക്കുവാണ്. ഓക്കെ, ഇപ്പോൾ കാളിയിലോട്ട് വന്ന് അപ്പോൾ ഇപ്പോൾ കാളിയിലോട്ട് സ്വിച്ച് ചെയ്ത ഇപ്പം ഞാനിപ്പം ഇപ്പം ആഡം എന്ന് പറഞ്ഞൊരു യൂസർ പോയി, ഇപ്പം ഞാൻ സ്വിച്ച് ചെയ്ത് ആഡം അഥവാ വല്ലം പ്രിവിലേജ് ഇല്ലാത്ത വല്ല കമാൻഡ് വല്ല ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കാളിയുടെ അകത്തൊരു ലോഗ് ഫയൽ ചെയ്തേക്കുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അത് കാളിയിലെ മെയിൻ യൂസറിന് മാത്രമേ അത് ആക്സസ് ഉള്ളൂ. അപ്പോൾ അതിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടിൽ പോവാം. ഓക്കെ, cd/var/log എന്ന് പറഞ്ഞ് ഡയറക്ടറിയിലോട്ട് പോവാം. അതിനകത്ത് ഓത്ത് ലോഗ് എന്ന് പറഞ്ഞൊരു ഫയൽ കാണും, അത് ക്യാറ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഡം എന്ന് പറഞ്ഞൊരു യൂസറിന് കാണാൻ പറ്റും. എന്നിട്ട് ആഡം എന്തെങ്കിലും പെർമിഷൻ ഇല്ലാത്ത കമാൻഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കാണാൻ പറ്റും. അതായത് ആഡം ഓക്കെ, ആഡം ഇവിടെ ലോഗുണ്ട്. അപ്പോൾ ആഡമിൻ്റെ ലോഗ് വന്നേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ നോട്ട് എൻ സ്യൂഡോ യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആഡം എന്ത് കമാൻഡാണ് യൂസ് ചെയ്തേക്കണേന്നും ഇതിനകത്ത് അറിയാൻ പറ്റും. അപ്പം യെസ്, ആഡം യൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്യൂഡോ കമാൻഡാണ് യൂസ് ചെയ്തേക്കണേ. ആഡം യൂസ് ചെയ്ത കമാൻഡ് കംപ്ലീറ്റ് ആയിട്ട് സ്യൂഡോ apt അപ്ഡേറ്റ് എന്ന് പറഞ്ഞ കമാൻഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞ് ഒരു മെസ്സേജും വന്നായിരുന്നു, ആഡം നോട്ട് ഐ സ്യൂഡോ യൂസർ. ആഡം എന്ത് കമാൻഡാണ് ടൈപ്പ് ചെയ്തതെന്ന് പോലും നമുക്ക് ആ ലോഗിൽ കാണാൻ പറ്റും, സ്യൂഡോ apt അപ്ഡേറ്റ്. അപ്പോൾ ഇതാണ് കാളി ലിനക്സിൽ നമുക്ക് വേണമെങ്കിൽ മറ്റ് യൂസേഴ്സ് അഥവാ വല്ല പ്രിവിലേജ് ആക്സസ് ആയിട്ടുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കാളിയിൽ ആ ലോഗ് ഇരിക്കുന്ന ഫയൽ യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും ഏത് കമാൻഡാണ് മറ്റേ യൂസേഴ്സ് പ്രിവിലേജ് ഇല്ലാത്ത കമാൻഡ് യൂസ് ചെയ്തേക്കണേന്ന്.